എല്ലാവർക്കും ഉണ്ടായ ഒരു അനുഭവം തന്നെയായിരിക്കും. വിവാഹം കഴിഞ്ഞ് ഇപ്പൊ ഉടനെ തന്നെ ഭാര്യമാര് എപ്പഴും വീട്ടിൽ പോകാൻ വേണ്ടി വാശിയെടുക്കും. കാരണം ചിലപ്പോ 2 ദിവസം മുൻപ് കൊണ്ടുപോയതായിരിക്കും. എന്നാലും ആ വഴിക്കൊക്കെ പോകുമ്പോ "ഒന്ന് വീട്ടിൽ കേറാന്ന്" പറയും. ചേട്ടൻ "ഒന്ന് വീട്ടിൽ കേറിയിട്ട് പോവാം" എന്ന് പറയും. അപ്പൊ ഇവർക്ക് ദേഷ്യം വരും. കാരണം കഴിഞ്ഞ ദിവസം അങ്ങ് പോയല്ലുള്ളൂ. എല്ലാ ദിവസവും വീട്, വീട്, വീട്. നീ ഇനി താമസിക്കേണ്ടത് ഇവിടെയാണ്. ഇതാണ് നിന്റെ വീട്. ഇവിടെയുള്ളവരായിട്ടാണ് ഇടപഴകേണ്ടതെന്നൊക്കെ ഇവര് പറയും. പക്ഷേ അപ്പഴും ഞാൻ പറയുന്നത് ഒരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം ജീവിച്ച വീട്ടിലേക്ക് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോ ഉണ്ടാവുന്ന ഒരു വിഷമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ഈ വിവാഹം കഴിഞ്ഞ പയ്യൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോ ഈ പയ്യന് മനസ്സിലാകും. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5, 6 വർഷമൊക്കെ കഴിയുമ്പോ ഈ വീട്ടിൽ പോകുന്നതിന്റെ തോതൊക്കെ ഇങ്ങോട്ട് കുറഞ്ഞു വരും. പിള്ളേരൊക്കെ സ്കൂളിൽ പോകേണ്ട സമയമാവുമ്പോ രാവിലെ പോയി വൈകിട്ട് വരാന്ന് പറഞ്ഞ് നമ്മളിപ്പോ ഭർത്താക്കന്മാര് പറഞ്ഞാൽ പോലും ഭാര്യമാര് പറയും "ഹോ, ഇനിയിപ്പോ അടുത്ത ആഴ്ച ആവട്ടെ, ഇനിയിപ്പോ ഇന്ന് ഇന്ന പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ കുടുംബശ്രീ ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോ ഉണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട്, ഇന്നിപ്പോ പോവണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഡ്രസ്സ് കഴുകിയിടാനൊക്കെ ഉണ്ട്, ഒരു ദിവസമല്ലേ കിട്ടണേ, വേണ്ട പോവണ്ട" എന്ന് ഇവര് പറയുന്ന ഒരു കാലം വരും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് ഈ തുടക്കം കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. കാരണം അത് കുറച്ച് നാളത്തേക്ക് ആ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഇതുകൊണ്ട് തോന്നണതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പറയാണ് വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് മടിയായിരിക്കും. അടുത്ത ആഴ്ച പോവാം എന്ന് പറഞ്ഞ് മാറ്റും. അങ്ങനെ ഒരു കാലം വരും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ തന്നെ ക്ഷമിച്ച് നിൽക്കണം. തുടക്കം തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനം ഒന്നും എടുക്കരുത്. ഇത് അവൾക്ക് വീട് മാത്രമേ ഉള്ളൂ, അവൾക്ക് അവളുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ വന്ന് കുറച്ചൊക്കെ നാള് കഴിയുമ്പോൾ ഈ വീടായിട്ട് ഇടപഴകി പിന്നെ ഇത് ഇവരുടെ സ്വന്തം വീടായിട്ട് മാറും. ഉറപ്പായ കാര്യാ. അതല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും. ശരിയല്ലേ?